ദൈവനാമം മഹത്വപ്പെടട്ടെ. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള ഭാഗത്ത് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാന ശക്തി അറിയുവാനുള്ള അഭിവാഞ്ച എന്നതിനെ ന്യായപ്രമാണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ക്രിസ്തുവിൻ്റെ ദൈവത്വം, ക്രിസ്തുവുമായുള്ള താദാത്മ്യം, കഷ്ടതയിലെ പങ്കാളിത്തം, മാമോദിസായുടെ പ്രാധാന്യം എന്നിങ്ങനെ 5 ഭാഗങ്ങളായി തരം തിരിച്ച് ചിന്തിക്കാം. അതിലൊന്നാമത്തേത് ന്യായപ്രമാണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. മോശയുടെ ന്യായപ്രമാണത്തിലെ 613 കൽപ്പനകളും അനുബന്ധ നിയമങ്ങളും പൂർണ്ണമായി അനുഷ്ഠിച്ചതിൻ്റെ നീതീകരണമല്ല, പ്രത്യുത ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയും അവിടുന്ന് നൽകുന്ന രക്ഷയിലൂടെയുമാണ് മനുഷ്യൻ മരണശിക്ഷയിൽ നിന്ന് മോചിതനായി നീതീകരിക്കപ്പെടുന്നത്. ന്യായപ്രമാണത്തിന് നൽകുവാൻ കഴിയാതിരുന്ന നീതി ക്രിസ്തുവിലൂടെ ഇവിടെ ലഭ്യമായിരിക്കുന്നു. രണ്ടാമത്തെ ചിന്ത ക്രിസ്തുവിൻ്റെ ദൈവത്വമാണ്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റവനും കർത്താവും മഹത്വമുള്ള ദൈവപുത്രനുമാണെന്ന തിരിച്ചറിവാണ് യഥാർത്ഥ നീതീകരണത്തിന് ആധാരം. യോഹന്നാന്റെ സുവിശേഷം 20:28, റോമാലേഖനം 1:5. ഈ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ ശക്തിയാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ചാലകശക്തി. ഈ ഭാഗത്തെ മൂന്നാമത്തെ ചിന്ത ക്രിസ്തുവുമായുള്ള താദാത്മ്യം. വചനം ജഡമായതിലൂടെ വിശുദ്ധ യോഹന്നാൻ 1:14 പിതാവിൻ്റെ തേജസ് നമുക്ക് വെളിപ്പെട്ടു. മാമോദിസായിലൂടെ വിശ്വാസികൾ ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളികളാകുകയും അവിടുത്തെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുവാൻ പ്രാപ്തരാകുകയും ചെയ്യുന്നുവെന്ന് റോമാലേഖനം 6:4. അടുത്തതായി കഷ്ടതയിലെ പങ്കാളിത്തം. ക്രിസ്തു അനുഭവിച്ച കഷ്ടതകളോട് വിശ്വാസി ഐക്യപ്പെടുന്നത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ആ കഷ്ടതകളിലെ പങ്കാളിത്തം പുനരുത്ഥാനത്തിൻ്റെ പ്രത്യാശയിലേക്ക് നമ്മെ നയിക്കുന്നു. പുനരുത്ഥാനത്തിൻ്റെ പ്രത്യാശയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്ന ഈ കൂട്ടായ്മ മാമോദീസയിലാണല്ലോ ആരംഭിക്കുന്നത്. അടുത്തതായി മാമോദീസായുടെ പ്രാധാന്യം. മാമോദീസ കേവലം ഒരു കർമ്മമല്ല, മറിച്ച് മനുഷ്യനെ നിർമ്മലനാക്കി ക്രിസ്തുവിനോട് സംബന്ധമുള്ളവരാക്കി തീർക്കുന്ന ഒരു രക്ഷാകരമായ രഹസ്യമാണ്. ഇത് വിശ്വാസിയെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നു. ഈ നിന്റെ ദാസനെ പൂർത്തീകരിച്ച് രക്ഷാകരമായ നിന്റെ സ്നാനം മൂലം അവനെ നിർമ്മലനാക്കി നിന്റെ മശിഹായോട് സംബന്ധമുള്ളവനാക്കി തീർക്കണമേ എന്ന മാമോദീസ സമയത്തെ പ്രാർത്ഥന ഈ സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. പ്രിയമുള്ളവരെ, സ്നാനത്തിലൂടെ ക്രിസ്തുവിൻ്റെ പുനരുത്ഥാന ശക്തി തിരിച്ചറിയുന്ന ക്രിസ്തീയ ജീവിതം എന്നത് ന്യായപ്രമാണത്തിൻ്റെ അടിമത്തത്തിൽ നിന്നുള്ള മോചനവും ക്രിസ്തുവിൻ്റെ മരണത്തിലും ഉയർപ്പിലും പങ്കാളികളായി അവിടുത്തെ തേജസ്സിലും കഷ്ടതയിലും ഐക്യപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു പുതിയ ജീവിതമാണ്. അത് ന്യായപ്രമാണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യവും ക്രിസ്തുവിൻ്റെ ദൈവത്വവും ക്രിസ്തുവുമായുള്ള താദാത്മ്യവും അവിടുത്തെ കഷ്ടതയിലെ പങ്കാളിത്തവും ക്രിസ്തുവിലുള്ള സ്നാനവും രക്ഷയിലേക്കുള്ള ചുവടുവയ്പും കൂദാശയിലൂടെയുള്ള രക്ഷയിലുള്ള വളർച്ചയും കാരുണ്യപ്രവർത്തികൾ ചെയ്തുള്ള ക്രിസ്തുവിനോടൊപ്പമുള്ള യാത്രയും നമ്മെ അതിന് സഹായിക്കും. അത് പിന്തുടരുന്നവർ വിജയശ്രീലാളിതരാകും നിശ്ചയം. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.